ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ തമ്മിലിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിലവർ ചോദ്യമാണ് BV380 കോഴികളുടെ മുട്ട വിരിയുമോ എന്ന്. കോഴി വളർത്താൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് കോഴികളായാലും BV380 ആയാലും കരിങ്കോഴി ആയാലും നാടൻ കോഴി ആയാലും കൈരളി കോഴി ആയാലും മുട്ടയിടാൻ പൂവിൻ്റെ ആവശ്യമില്ല. പക്ഷേ മുട്ട വിരിയണമെങ്കിൽ പൂവിൻ്റെ കൂടെ മേറ്റ് ചെയ്താൽ മാത്രമേ ആ മുട്ടയിൽ ഭ്രൂണം കാണത്തുള്ളൂ, ആ മുട്ടയെ വിരിയത്തുള്ളൂ. അപ്പോൾ മുട്ടയുണ്ടെങ്കിൽ നമുക്ക് പൂവിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമുക്ക് വിരിയിക്കേണ്ട കൊത്തുമുട്ട വേണമെങ്കിൽ പൂവിൻ്റെ ആവശ്യം വേണം. സാധാരണ 10 പിടയ്ക്കൊരു പൂവൻ എന്നാണ് എല്ലാവരും പറയാറ്. പക്ഷേ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ കോഴികൾക്ക് ഒരു 5 പിടയ്ക്കൊരു പൂവൻ എന്ന നിലയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഞാൻ 4 പിട ഒരു പൂവിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് റിസൾട്ട് ഉണ്ടല്ല മുട്ടക്കും. താറാവാണെങ്കിൽ 8 പിടയ്ക്കൊരു പൂവൻ എന്ന നിലയിലും സെറ്റ് ചെയ്യാം. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അതാണ് പിന്നെ ചോദ്യം. പിന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച മുട്ട വിരിയുമോ? ഫ്രിഡ്ജിൽ വെച്ച മുറിയെന്നാണ് ചോദിക്കുന്നത് ചിലവർ. ഫ്രിഡ്ജിൽ വെക്കുന്ന മുട്ട ഏകദേശം 1 മാസത്തോളം ഇരിക്കുന്നത് വിരിയുമെന്നാണ് ചിലർ പറയാറ്. ഞാൻ ഏകദേശം 20 ദിവസം വരെ ഫ്രിഡ്ജിൽ വെക്കുന്ന മുട്ട വരെ ഞാൻ അടവെച്ചിട്ട് വിരിഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം 85% വിരിയാറുമുണ്ട്. പക്ഷേ കോഴി ഇടുന്ന മുട്ട തന്നെ അന്ന് കളക്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കോഴി ഇടുന്ന മുട്ട ഒരു ദിവസം രാവിലെ ഇട്ടിട്ട് പിറ്റേ ദിവസം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ശരിയാകത്തില്ല. ചിലപ്പോൾ ആ മുട്ട കയറി ഏതെങ്കിലും കോഴി അടയിരുന്നെങ്കിൽ നമുക്ക് അതിനകത്ത് മറ്റേ ഭ്രൂണം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അതുകൊണ്ട് മുട്ട ഇടുമ്പോൾ മാക്സിമം 1 മണിക്കൂർ 2 മണിക്കൂർ, അല്ലെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് ഇടുന്ന മുട്ട വൈകിട്ട്, അല്ലെങ്കിൽ രാവിലെ ഇടുന്ന മുട്ട ഉച്ചയ്ക്ക്, ഇതിനുള്ളിൽ തന്നെ നമ്മൾ കളക്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ അത് വിരിയത്തുള്ളൂ. അല്ലേ? അട വെക്കുന്ന 1 ദിവസം മുൻപ് വേണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അത് വെളിയിൽ വെക്കുകയും വേണം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുന്ന മുട്ട നമ്മൾ അട വെക്കുന്നതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് അത് നമ്മൾ രാവിലെ എടുത്ത് വെളിയിൽ വെച്ചാൽ രാത്രി വെക്കണം. അല്ലെങ്കിൽ രാത്രി നമ്മളെടുത്ത് വെളിയിൽ വെച്ചാൽ നമ്മൾ രാവിലെ അത് നമ്മൾ അട വെക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മളത് ചെയ്യണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന മുട്ട ചിലവർ പറയുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മാസം നമ്മൾ 10 ദിവസം മുട്ട വെച്ചിട്ടുള്ള വിരിഞ്ഞില്ലല്ലോ. ഫ്രിഡ്ജിൽ വെക്കുന്ന മുട്ട വിരിയുമെന്ന് എല്ലാവരും പറഞ്ഞല്ലോ, എന്താ വിരിയാത്തതെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഫ്രിഡ്ജിൽ വെക്കുന്ന മുട്ടയ്ക്ക് നമ്മൾ വെക്കുമ്പം അന്ന് ഇടുന്ന മുട്ട, രാവിലെ ഇടുന്ന മുട്ട ഉച്ചക്കുള്ളിൽ നമ്മൾ കളക്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇടുന്ന മുട്ട വൈകിട്ടുള്ളിൽ കളക്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. വെക്കുന്ന മുട്ട നമ്മൾ 1 ദിവസം മുമ്പ് എടുത്ത് വെളിയിൽ വെച്ചിട്ട് അതിൻ്റെ ഈർപ്പം പോയിട്ടേ വെക്കാവുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ മുട്ടക്കകത്ത് പിന്നെ കാഷ്ടമോ നമ്മൾ മാർക്കർ കൊണ്ട് പടയാളപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സെല്ല് പൊട്ടത്തില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടച്ചിട്ട് ക്ലീനാക്കി വെക്കാവുള്ളൂ മുട്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത ഇതുപോലെ ഇൻഫോർമേറ്റീവുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.